ആന്റണി രാജു കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് തെളിയിക്കപ്പെട്ടത്. മേൽക്കോടതിയിലേക്ക് കൈമാറണമെന്ന പ്രോസിക്യൂഷന്റെ ഉപഹർജിയിൽ ശിക്ഷാവിധി പറയും. വിവരങ്ങളുമായി ആതിര ചേരുകയാണ്. ആതിര, കോടതി നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? നിലവിൽ ഏതായാലും കോടതിക്ക് ഹർജി കോടതി ഇത്തരത്തിൽ മേൽക്കോടതിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ തന്നെ വിധി പ്രസ്താവിക്കാമെന്ന് കോടതി മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 220 ബിൽ പ്രകാരം ഗൂഢാലോചനയ്ക്ക് 2 പേർക്കും 6 മാസം സാധാ തടവിനും തെളിവ് നശിപ്പിക്കലിന് 3 വർഷം തടവും 10,000 രൂപ പിഴയും അതുപോലെ തന്നെ വ്യാജ തെളിവ് ഉണ്ടാക്കിയതിന് 3 വർഷം തടവ് ശിക്ഷയുമാണ് നിലവിൽ വിധിച്ചിരിക്കുന്നത്. ഈ 409 വകുപ്പ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പായിട്ടുണ്ടായിരുന്നത്. ആ വകുപ്പ് പ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥരുടെ വഞ്ചനയ്ക്ക് 1-ാം പ്രതിക്ക് മാത്രം 1 വർഷം തടവിനാണ് നിലവിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഏതായാലും മേൽക്കോടതിയിലേക്ക് ഇപ്പോൾ കേസ് പരിഗണിക്കേണ്ട എന്ന നിലപാടിലേക്കാണ് കോടതി എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെടുമങ്ങാട് കോടതിയിൽ നിന്ന് തന്നെ ശിക്ഷ ലഭിച്ചിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി ഏതായാലും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രോസിക്യൂഷന്റെ ഭാഗം തള്ളിയതിനു ശേഷമാണ് അത്തരത്തിൽ മേൽക്കോടതിയിലേക്ക് സമർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള തെളിവുകളും കോടതി ഈ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ നെടുമങ്ങാട് കോടതി തന്നെ, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തന്നെ നിലവിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇപ്പോൾ കോടതി പരിസരത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും കോടതി ഇപ്പോൾ ആന്റണി ഈ തൊണ്ടി മുതൽ അട്ടിമറി കേസിൽ ആന്റണി രാജുവിനെയും അതുപോലെ തന്നെ 1-ാം പ്രതിയായിട്ടുള്ള ഈ കോടതിയിലെ ക്ലർക്കായിരുന്ന ജോസിനും ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഇതിൽ 409-ാമത്തെ വകുപ്പായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ്. അത് പ്രകാരമാണ് ഇത്തരത്തിൽ 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാനുള്ള ഒരു വകുപ്പായിരുന്നു ഉണ്ടായത്. പക്ഷേ അതിൽ 1-ാം പ്രതി മാത്രമാണ് കുറ്റക്കാരനെന്നാണ് നിലവിൽ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പരിസരത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ആന്റണി രാജുവിനെതിരെയുള്ള പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇത്തരത്തിൽ ആന്റണി രാജു കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയതിനു ശേഷം ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ നടന്നിരുന്നു. നിലവിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം തന്നെയാണ് ഈ നെടുമങ്ങാട് കോടതിക്ക് മുന്നിലും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 19 വർഷം കുറ്റപത്രം സമർപ്പിച്ച 19 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്നിപ്പോൾ അത്രയും നിർണായകമായൊരു വിധി ഉണ്ടായിരിക്കുന്നത്. ആന്റണി രാജുവിന് വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഏതായാലും ഈ 2 വർഷത്തിൽ കൂടുതൽ ഈ ക്രിമിനൽ കേസിൽ ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഈ നിയമസഭാംഗത്വം ഉൾപ്പെടെ അയോഗ്യനാക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വലിയ രീതിയിലുള്ള തിരിച്ചടി ഏതായാലും ആന്റണി രാജുവിന് ഉണ്ടായിരിക്കുന്നത്. ഈ 34 വർഷം 1994-ലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം 34 വർഷം ഈ കേസിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിചാരണ കാലതാമസം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ, അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ ഇടപെടലൊക്കെ ഉണ്ടായതിനു ശേഷമാണ് വിചാരണ വേഗത്തിലാക്കിക്കൊണ്ട് ഇന്ന് ശിക്ഷ വിധിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ എത്തിയത്. അതേസമയം ആന്റണി രാജു നേരത്തെ പ്രതികരിച്ചിരുന്നത് താൻ നിരപരാധിയാണ്, തനിക്ക് ഇതിൽ യാതൊരു തരത്തിലും പങ്കില്ല. 2005-ൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഈ കേസ് വീണ്ടും കുത്തിപ്പൊക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസാണ് തനിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ നേരത്തെ ആന്റണി രാജു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. നിലവിൽ പക്ഷേ കോടതിയിൽ കൃത്യമായ രീതിയിൽ ഈ തെളിവുകളൊക്കെ തന്നെ കോടതി മുഖ്യമന്ത്രിക്ക് എടുത്തുകൊണ്ട് കുറ്റക്കാരനാണ് കണ്ടെത്തുകയും അതിനെ തുടർന്നാണ് നിലവിൽ ഏതായാലും ശിക്ഷ വിധിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്രോസിക്യൂഷന്റെ ആ ആവശ്യം കോടതി അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. അത് കോടതി പരിഗണിച്ചില്ല. കാരണം അതിനുള്ള തെളിവുകളൊന്നും തന്നെ കോടതിക്ക് മുന്നിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം കോടതി നിലവിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കോടതിക്ക് തന്നെ ശിക്ഷ വിധിക്കാമെന്നാണ് കോടതി കണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ 2 പ്രതികൾക്കും ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 409 വകുപ്പ് പ്രകാരം 1-ാം പ്രതിക്ക് മാത്രമാണ് നിലവിൽ 1 വർഷം തടവിന് വിധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ഈ 6 വകുപ്പുകളാണ് പ്രധാനമായും